വായ്നാറ്റം, ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത് ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് അറിയുള്ളൂ. ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ മറ്റാളുകളുമായിട്ട് സമ്പർക്കം പുലർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക, എങ്ങാനും ഈ വായ്നാറ്റം അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഷെയിമായിട്ട് ഫീൽ ആവുക. അങ്ങനെ ഇവർ ഈ വായ്നാറ്റം ഉള്ളവർക്ക് ഒരുപാട് മനസ്സിനൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഈ ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഹാലിറ്റോസിസ് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? ഇത് നമുക്ക് പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? അല്ല, ഇതിനെ നമുക്ക് നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ഹാലിറ്റോസിസ് അല്ലെങ്കിൽ വായ്നാറ്റം, ബാഡ് ബ്രെത്ത്, ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വായ വൃത്തിയായി സൂക്ഷിക്കാത്തത് തന്നെയാണ്. പക്ഷേ ഈ ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ വായ്നാറ്റം പ്രശ്നം കാരണം വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും 1-2 തവണ പല്ല് തേക്കാറുണ്ട്. റെഗുലറായിട്ട് തന്നെ പല്ല് തേച്ച് പല്ല് വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്, എന്നിട്ടും അത് മാറുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വായിലുള്ള ചീത്ത ബാക്ടീരിയകൾ കൂടെ വരുന്നതാണ്. വായിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലുകളിൽ എന്തെങ്കിലും കേടുകൾ ഉണ്ടാവുക, മോനവീക്കം, ഗംസിൽ വരുന്ന ഇൻഫെക്ഷൻസ്, ഇതെല്ലാം തന്നെ നമ്മുടെ വായ്നാറ്റത്തിന് കാരണമായേക്കാം. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പല്ലുകളൊക്കെ കേടുപാടില്ലാതെയാണോ ഇരിക്കുന്നത്, അതോ പല്ലുകളിൽ കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോനകൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ മരുന്നുകളൊക്കെ എടുക്കുന്നതിന് മുന്നേ അതാദ്യം കറക്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ വായ്നാറ്റം ഒഴിവാക്കാനായിട്ടുള്ള ആദ്യത്തെ വഴി. രണ്ടാമത്, നമ്മുടെ വയറിൽ നിന്നും വരുന്ന ദുർഗന്ധം, അതായത് നമ്മുടെ വയറിൻ്റെ ദഹനശേഷിക്ക് വരുന്ന പ്രശ്നം, ചിലർക്ക് GERD എന്ന് പറയും, പുളിച്ചു തികട്ടൽ, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ് ഡിസോർഡർ. എന്തെങ്കിലും ഭക്ഷണം കഴിച്ച പാടെ തന്നെ പുളിച്ചു തികട്ടി വരിക, അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉള്ളവരിൽ ഈ വായ്നാറ്റം കണ്ടുവരാറുണ്ട്. അപ്പം അതാണ് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടത്. വായ്നാറ്റത്തിന് ജനറലായിട്ട് കുറേ ഏലക്ക അല്ലെങ്കിൽ ക്രാമ്പ് ഇതൊന്നും ചവച്ചത് കൊണ്ട് മാത്രമായില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്തെന്നറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് എന്നേക്കുമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്നത്. അടുത്ത മെയിൻ റീസൺ സൈനസൈറ്റിസ് എന്ന് പറയും. നമ്മുടെ മുഖത്തിലുള്ള വായു അറകളാണ് ഈ സൈനസ് എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും നീർക്കെട്ട് വരുന്ന സമയത്ത് അത് കഫക്കെട്ടായിട്ടും, ചിലർക്ക് മൂക്കിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ തൊണ്ടയുടെ ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഫം വരുന്ന പോലെ മഞ്ഞ കളറിൽ കഫം കെട്ടി നിൽക്കുക, അത് കൂടുതൽ ബാക്ടീരിയകളുടെ വളർച്ചയെ കൂട്ടുകയും അത് ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ വായ്നാറ്റത്തിനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. നാലാമതായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നാവ് ക്ലീൻ ചെയ്യാതിരിക്കുക. പല്ല് 2 പ്രാവശ്യം പ്രോപ്പറായിട്ട് തേക്കുന്നുണ്ടാവുമായിരിക്കും, പക്ഷേ നാവിലാണ് കൂടുതൽ ബാക്ടീരിയ വളരാനുള്ള സാധ്യത. അതും നാവിൻ്റെ പുറം ഭാഗത്ത് വൈറ്റ് കോട്ടിങ്, വെളുത്ത നിറത്തിലുള്ള കോട്ടിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടും നാവ് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ വളർച്ച വളരെയധികം കൂടുകയും അത് നിങ്ങളുടെ വായ്നാറ്റത്തിനൊരു കാരണമായി മാറുകയും ചെയ്യും. ഈ വായിൽ ബ്രഷ് ചെയ്യുന്നത്, പല്ല് തേക്കുന്നത്, അതേപോലെ നാവ് ക്ലീൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഒപ്പം തന്നെ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ ഫ്ലോസിങ് എന്ന് പറയുന്നത്. അതായത് പല്ലിൻ്റെ ഇടുക്കുകളിൽ ഭക്ഷണത്തിൻ്റെ പദാർത്ഥങ്ങൾ എന്തെങ്കിലും അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കളയുക. കാരണം അത് അവിടെ തങ്ങി നിൽക്കുന്നിടത്തോളം കാലം ബാക്ടീരിയകളുടെ വളർച്ച അവിടെയും കൂടും. മാത്രമല്ല ആ ബാക്ടീരിയയും അതേപോലെ തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളും കൂടെ മിശ്രിതമായിട്ട് വളരെ ഒരു ചീഞ്ഞതായിട്ടുള്ള ഫൗളായിട്ടുള്ള മണം പുറത്തോട്ട് വരാനായിട്ട് സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് മലബന്ധമോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും ദുർഗന്ധമായിട്ട് വായ്നാറ്റമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇതിനൊരു പ്രധാന കാരണമാണ്. സൾഫർ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് വെളുത്തുള്ളി ആയിക്കോട്ടെ, ഉള്ളി, സാധാരണ ഉള്ളി, വെളുത്തുള്ളി, മുട്ട, ഇതിലൊക്കെ തന്നെ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഭക്ഷണം വളരെ കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ വായ്നാറ്റത്തിൻ്റെ ആ ഒരു അളവും കൂടും, അതിൻ്റെ ബാഡ് സ്മെല്ലും വളരെ കൂടാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാരണം വായ്നാറ്റത്തിന്
വരണ്ടതായിട്ടുള്ള വായ്, അതായത് ഡ്രൈ ആയിട്ടുള്ള മൗത്ത്, മെയിനായിട്ട് നമ്മുടെ ഉമിനീരിൻ്റെ അളവ് കുറയുക. ഉമിനീരിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയും ബാക്ടീരിയകളുടെ വളർച്ച കൂടാനാണ് സാധ്യത. ഈ ഉമിനീര് എത്രത്തോളം അധികം ചുരക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വായിലുള്ള ആ ഒരു ബാക്ടീരിയകളെ ഫുൾ ഇല്ലാതാക്കുകയും നമ്മുടെ വായ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെച്ചിരിക്കാൻ സഹായകരമാക്കുന്ന ഒന്നുമാണ്. അപ്പോൾ ഒരുപാട് വരണ്ട ഡ്രൈനെസ് അധികമുള്ള ആളുകളിൽ ഈ വായ്നാറ്റം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വായിലുള്ള വരൾച്ച കുറയ്ക്കാൻ മാക്സിമം വെള്ളം ഒരുപാട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം ഒരു ദിവസം 2 മുതൽ 3 ലിറ്റർ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നാവിൻ്റെ ആ ഒരു വരൾച്ച ഡ്രൈനെസ് ഇല്ലാതാക്കുകയും തീർച്ചയായിട്ടും അത് ബാക്ടീരിയകളുടെ ഗ്രോത്തിനെയും തടസ്സപ്പെടുത്തും. നിങ്ങളുടെ വായ്നാറ്റം കൺട്രോളിൽ കൊണ്ടുവരാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. മറ്റൊന്ന്, എന്തൊക്കെ ഭക്ഷണങ്ങൾ എടുത്താലാണ് ഈ വായ്നാറ്റം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുക? അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഈ തൈര്, യോഗട്ട് എന്ന് പറയുന്നത്, അതേപോലെ ആപ്പിള്. തൈര് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രോബയോട്ടിക്കാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയയും നല്ല ബാക്ടീരിയയും, നമ്മുടെ ആമാശയത്തിലും വൻകുടലിലുമുള്ള നല്ല ബാക്ടീരിയ, ചീത്ത ബാക്ടീരിയ, ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയെ നല്ല രീതിക്ക് നിർത്താനായിട്ട് ഈ തൈര് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പം അത് റെഗുലറായിട്ട് എടുക്കുന്നത് വളരെ യൂസ്ഫുള്ളായിരിക്കും. എന്നാൽ ഇപ്പോൾ യോഗട്ട് പോലെ ഭയങ്കര ചിലതിൽ സ്വീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും, പഞ്ചസാരയുടെ ആ ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള തൈരുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ലസ്സി അങ്ങനത്തെ ഇത് ഉപയോഗിക്കാണ്ട് നോർമലായിട്ടുള്ള സാധാരണ രീതിയിലുള്ള തൈര് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായ്നാറ്റം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ഈ ആപ്പിൾ വായിലുള്ള ചീത്ത ബാക്ടീരിയകളെ കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ, അതേപോലെ പ്ലേക്ക് എന്ന് പറയുന്നത്, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ കെട്ടി നിൽക്കുന്നതൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഒക്കെ സഹായകരമാവുന്ന ഒന്നാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിളിലുള്ള പോളിഫെനോൾ കണ്ടൻറ്റും വളരെയധികം യൂസ്ഫുള്ളാണ്. ഇത് കംപ്ലീറ്റ് ബാക്ടീരിയകളുടെ വളർച്ചയെ കൺട്രോൾ ആക്കാനും അതേപോലെ വായ്നാറ്റം കുറയ്ക്കാനും സഹായകരമാവുന്ന ഒന്നാണ്. വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ ഒരു പ്രധാന സംശയം എന്ന് പറയുന്നത് എത്ര തവണയാണ് പല്ല് തേക്കേണ്ടത് എന്ന്. ചിലർ ഓരോ ഭക്ഷണത്തിന് ശേഷവും പല്ല് തേക്കാറുണ്ട്, പക്ഷേ അത്രത്തോളം വേണമെന്നില്ല. രാവിലെയും രാത്രിയും 2 തവണ പല്ല് വൃത്തിയാക്കിയാൽ മതിയാവും. എന്നാൽ ഫ്ലോസിങ്, അത് ഓരോ ഭക്ഷണത്തിന് ശേഷവും പല്ലിൽ അതിൻ്റെ ഗ്യാപ്പിൽ കടിഞ്ഞു കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു കളയുന്നത് ഇഫക്റ്റീവ് ആയിരിക്കും. നാവ് ക്ലീൻ ചെയ്യുക എന്നുള്ളതും 2 നേരം ദിവസവും അത് ശ്രദ്ധിക്കുക. നാവിൻ്റെ ബാക്കിൽ കോട്ടിംഗ് ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. വെളുത്ത പാടുകൾ, വെളുത്ത പടലങ്ങൾ പോലെ കോട്ടിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വായ്നാറ്റത്തിൻ്റെ പ്രധാന കാരണം. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ചിട്ട് വായ കൊള്ളുന്നത് അത് നല്ലതാണോ വായ്നാറ്റം പോവാനായിട്ട് എന്ന് പറഞ്ഞ്. തീർച്ചയായിട്ടും വളരെയധികം ഇഫക്റ്റീവാണ്. നമ്മുടെ സലൈവയിലുള്ള ഉമിനീരിൻ്റെ ആ ഒരു pH ലെവൽ ബാലൻസ് ചെയ്ത് നിർത്താനും ബാക്ടീരിയകളുടെ വളർച്ചയെ പിടിച്ചു നിർത്താനും നമ്മൾ ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് ഗാർഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കവിള് കൊള്ളുന്നത് വളരെയധികം ഇഫക്റ്റീവായിരിക്കും. അതിനേക്കാളൊക്കെ ഉപരി രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഓയിൽ പുള്ളിങ് എന്ന് പറയും. അതായത് നമ്മൾ നല്ലെണ്ണയാണ് അതിന് യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് നല്ലെണ്ണയാണ്. അപ്പോൾ ഇത് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് വായ കൊള്ളാം. എന്നിട്ട് അത് കംപ്ലീറ്റ് തുപ്പിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂഷ്വലായിട്ട് ബ്രഷ് ചെയ്യുകയും അതേപോലെ നാവ് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഓയിൽ പുള്ളിങ് നിങ്ങളുടെ വായയിലുള്ള ബാക്ടീരിയകളുടെ വളർച്ചയെ കൺട്രോൾ ആക്കാനും മാത്രമല്ല ആ വായ്നാറ്റം ഒരു പരിധി വരെ അതിനെ പിടിച്ചു നിർത്താനും വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഈ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത്. മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഈ വായ്നാറ്റമുള്ളവരിൽ ഒട്ടുമിക്ക ആളുകളും ഈ ക്രാമ്പു അല്ലെങ്കിൽ ഏലക്ക അത് പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും. അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചവച്ച് കഴിയുമ്പോൾ വായ്നാറ്റം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് ഒരു താത്കാലിക ശമനമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം ആ ഒരു ഏലക്കയുടെയോ അതേപോലെ ക്രാമ്പിൻ്റെ മണം വായ്നാറ്റത്തിൻ്റെ വായിൽ നിന്നും വരുന്ന മറ്റു മണത്തിന് മാസ്ക് ചെയ്യുകയാണ് ചെയ്യുക. അതായത് അത് ഇല്ലാണ്ടാക്കുകയല്ല, അതിന് പകരം ഈ ഒരു സ്മെല്ല് വരുന്നു എന്ന് മാത്രം. താത്കാലികമായിട്ട് അത് ഉപയോഗിക്കുക എന്നല്ലാണ്ട് അതൊരു സ്ഥിരമായിട്ടുള്ളൊരു പരിഹാരമല്ല. നമ്മൾ സൈനസൈറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ, അതേപോലെ തന്നെ ഭയങ്കര വരണ്ടിട്ടാണോ വായ, അല്ലെങ്കിൽ പല്ലുകൾക്കോ മോനകൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ നമ്മൾ കാരണം അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടുന്നത്.
അതേപോലെ ഡയബറ്റിസ് ഉള്ളവരിൽ, ഇപ്പോൾ ഷുഗർ ഉള്ളവരിലൊക്കെ വായ്നാറ്റം കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഷുഗർ ഉള്ളവരിൽ നമ്മൾ ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹമുള്ളവരിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് പോളിഡിപ്സിയ, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ദാഹം, പോളിയൂറിയ, ഒരുപാട് യൂറിനേറ്റ് ചെയ്യും. അപ്പോൾ ഇവർക്ക് നാവ് വരണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വായിൽ ഉമിനീരിൻ്റെ അംശം കൂടുമ്പോഴാണ് ബാക്ടീരിയകളെ കംപ്ലീറ്റ് നീക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഉമിനീരിൻ്റെ അളവ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ബാക്ടീരിയ അതിൻ്റെ വളർച്ച കൂടും. അപ്പം അതുമൂലം നമുക്ക് വായ്നാറ്റവും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വരണ്ട ഒരു വായ എന്ന് പറയുന്നത്, നാവ് വരണ്ടിരിക്കുന്ന ഒരു പ്രകൃതം പൊതുവേ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ളവരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് കൺട്രോളിലാണോ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ വിപണിയിൽ കാണുന്ന മൗത്ത് വാഷുകൾ അതൊക്കെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം അതിലൊക്കെ ചിലർക്ക് 1% സക്സസ് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഈ മൗത്ത് വാഷൊക്കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ക്രാമ്പും ഏലക്കൊക്കെ നമ്മൾ ജസ്റ്റ് കടിച്ച് ഇതാക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷെ അതിലേറെ കോംപ്ലിക്കേഷൻ ആണ്. കാരണം മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകൂടെ നമ്മുടെ നാവും അതേപോലെ തന്നെ വായും ഒന്നുകൂടെ വരൾച്ചയാവാനാണ് സാധ്യത. അത് കൂടുതൽ വായ്നാറ്റം ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. ആ ഒരു കുറച്ച് നേരത്തേക്ക് മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ കുറച്ച് നേരത്തേക്ക് ആ ഒരു സ്മെല്ല് ഇല്ലാണ്ടാവാന്നല്ലാണ്ട് പിന്നെയും അത് കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിപണിയിൽ കാണുന്ന കുറേ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അതായത് മലം പ്രോപ്പറായിട്ട് പോകുന്നില്ല, 2-3 ദിവസത്തിനിടയ്ക്കിലാണ് പോകുന്നത്, ഉറച്ചിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉള്ളവർ, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ദഹനശേഷിയിൽ വരുന്ന ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വരുന്ന നഷ്ടം, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ വായയിൽ, മൗത്ത് എന്ന് പറയുന്നതാണ് ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, അത് പുറത്തോട്ട് കാണിക്കുന്നത് ഈ വായ്നാറ്റമായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മലബന്ധം അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ചികിത്സയാണ് വായ്നാറ്റം മാറ്റാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ വായ്നാറ്റം എന്ന് പറയുന്നത് എത്ര കാലം നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് കാലം, ഇപ്പോൾ 1-2 മാസം ചെറിയ തോതിൽ വന്നിട്ടുണ്ട്, ഇപ്പം മോനവീക്കം അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും കേടുപാട് പ്രശ്നം കാരണമാണ് വന്നത് എന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അത് തിരിച്ചു മാറും. എന്നാൽ അതൊക്കെ ശ്രദ്ധിച്ചു എന്നിട്ടും ഈ വായ്നാറ്റം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതിന് ചില ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് നോക്കാവുന്നതാണ്. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടോ, എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ, അതോ മലബന്ധം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ, സൈനസൈറ്റിസിൻ്റെ പ്രശ്നമാണോ, അല്ല നാവ് വരണ്ടു പോകുന്നതാണോ. കാരണം നാവ് വരണ്ടു പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ, നെക്സ്റ്റ് മോസ്ട്രേറ്റ പോലുള്ള മരുന്നുകളൊക്കെ എഫക്റ്റീവാണ്. അത് നല്ല റിസൾട്ടും തരുന്നതായിരിക്കും ഈ നാവ് വരണ്ടു പോകുന്നതിന്. കറുവപ്പട്ട ഉപയോഗിച്ച് നമുക്ക് വായ്നാറ്റം മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഈ കറുവപ്പട്ട നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് റെഗുലറായിട്ട് രാവിലെ വെറും വയറ്റിൽ നമ്മളൊരു കട്ടൻ ചായയിൽ ഒരു പീസ് കറുവപ്പട്ട യൂസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൺട്രോളിലാക്കാനും തീർച്ചയായിട്ടും ഇതും ഒരു പരിധിവരെ വായ്നാറ്റം ഇല്ലാതാക്കാനും സഹായകരമാവുന്ന ഒന്നാണ്. എപ്പോഴും കുടലിലെ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ബാലൻസിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ കൂടുതലും പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, തൈര്, അതേപോലെ യോഗട്ട്, അതൊക്കെ റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ നോൺ വെജൊക്കെ നമ്മൾ എടുക്കുന്ന ടൈമിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഉള്ളിയുടെ അളവ്, സൾഫർ കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സൊക്കെ വളരെ എഫക്റ്റീവാണ്. ഞാൻ പറഞ്ഞ പോലെ ആപ്പിൾ നല്ലതാണ്, സിട്രസ് ഫ്രൂട്ടും നല്ലതാണ്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കരിക്ക് കുടിക്കുന്നതും വളരെയധികം നല്ലതാണ്. നമ്മുടെ വയറിൻ്റെ ആ ഒരു ചീത്ത ബാക്ടീരിയ നല്ല ബാക്ടീരിയ ബാലൻസിന് നല്ലതാണ്. വായിലൊരു ഡ്രൈനെസ് വരുന്നത്, എപ്പോഴും വരൾച്ച ഉണ്ടാവുന്നത്, ഈ നാവിലെ ഡ്രൈനെസ് വരുന്നത് ഈ ഇങ്ങനത്തെ കണ്ടീഷനിൽ മാത്രമല്ല, ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഒരുതരം സ്വന്തം പ്രതിരോധ ശേഷിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്, ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒന്നാണ് ഈ ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവരിൽ നാവ് മാത്രമല്ല വരൾച്ചയായിട്ട് വരാം, ചിലപ്പോൾ കണ്ണിൽ ഡ്രൈനെസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ കണ്ണിൽ നമ്മുടെ കണ്ണുകളിൽ എപ്പോഴും തന്നെ ഒരു ചെറിയ തോതിൽ കണ്ണീരുണ്ട്.
അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൺപീലികൾ അത് ഒരയാണ്ടിരിക്കുന്നത്. എന്നാൽ കണ്ണിലെ വരൾച്ച, കണ്ണിലെ നീര് വറ്റുമ്പോൾ വരൾച്ച കൂടുകയും നമ്മുടെ ഈ കൺപീലികൾ തമ്മിൽ ഒരയാനും കണ്ണിൽ ഇൻഫെക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവരിലുള്ള എല്ലാ ഡിസ്ചാർജസും ഭയങ്കര ഡ്രൈ ആയിരിക്കും, സ്കിന്നും ഡ്രൈനെസ് ആയിരിക്കും. ഇത് ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലാണ് കാണപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ളവരിലും ഈ നാവ് വരണ്ട് കാണുന്നത് കൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വായ്നാറ്റം കണ്ടുവരാറുണ്ട്. ഈ വായ്നാറ്റം അകറ്റാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ തൈരും പ്രോബയോട്ടിക്സും അധികം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ പ്രാവശ്യവും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫ്ലോസിങ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിലിടുക്കിൽ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാവ് 2 പ്രാവശ്യം വൃത്തിയായിട്ട് നാവിൻ്റെ ബാക്കൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇത് 3ഉം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വായ സംബന്ധപ്പെട്ടിട്ടുള്ള, വായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുർഗന്ധമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറാൻ സഹായകരമാവും. വെള്ളം ദിവസവും 2.5 മുതൽ 3 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക. കഫക്കെട്ടോ നീർക്കെട്ടോ അല്ലെങ്കിൽ സൈനസൈറ്റിസിൻ്റെ പ്രശ്നം പോലുള്ള കംപ്ലയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ തേടേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ വായ്നാറ്റം അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത്, ഹാലിറ്റോസിസ്, ഈ ഒരു കംപ്ലയിൻറ്റ് കാരണം, ഈ ഒരു പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.